ഈ വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സങ്കടകരമായ വേദനാജനകമായ ഒരു വിവരമാണ് CBI കുറ്റപത്രത്തിൻ്റെ ഉള്ളടക്കം. എന്നുവെച്ചാൽ CBI കുറ്റപത്രത്തിലുള്ളത് ഈ അമ്മ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായത് എന്നാണ് ആ കുറ്റപത്രത്തിലുള്ളത്. എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് അമ്മയുടെ അറിവോടെയായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ വെച്ച് ഈ പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു ഈ അമ്മ. ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പ്രതികൾക്ക് വിട്ടുകൊടുത്തത് മദ്യം നൽകി മയക്കി ബലാത്സംഗത്തിന് വേണ്ടി വിട്ടുകൊടുത്തതിൽ അമ്മയുടെ പങ്ക് കൃത്യമായി വരച്ചിടുന്ന രീതിയിലുള്ള CBI കുറ്റപത്രം വരുമ്പോൾ ഈ കേസിൽ സംഭവിച്ചത് എന്താണ് എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ വിഷയം കൂടി സംസാരിക്കുകയാണ്. അജിംസ്, ഈ വഴിത്തിരിവിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? 2004 സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ വളരെ വിവാദമായ 2 മരണങ്ങൾ നടന്നു. ഒന്ന് കവിയൂർ പീഡന കേസിലെ ഇര, നവംബറിൽ കിളിരൂർ പീഡന കേസിലെ ഇര. കവിയൂരിൽ നടന്നത് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും 3 മക്കളും ആത്മഹത്യ ചെയ്യായിരുന്നു. അച്ഛൻ മക്കൾക്കും ഭാര്യയ്ക്കും വിഷം കൊടുത്തതിന് ശേഷം അയാൾ തൂങ്ങി വരികയെന്നുള്ളതാണ് അറിഞ്ഞത്. കിളിയൂർ കേസിൽ ഒരു പെൺകുട്ടി സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലതാ നായർ എന്ന് പറഞ്ഞ സ്ത്രീ കൊണ്ടുപോയി പലർക്കായി കാഴ്ചവെക്കുകയും ക്രൂരമായ ബലാത്സംഗത്തിനായി ഗർഭിണിയായ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും പിന്നീട് ആന്തരാവയവങ്ങളിലെ അണുബാധ മൂലം ആ കുട്ടി മരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഈ 2 കേസും തമ്മിൽ ബന്ധം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ലതാ നായർ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ 2 മരണങ്ങൾക്കും കാരണമായ ആൾ എന്ന് കണ്ടെത്തുകയും വലിയ വിവാദമാവുകയും വലിയ വിവാദമൊക്കെ കേസാണ്. കാരണം VS അച്യുതാനന്ദൻ VIP-കളുണ്ട് ഇതിൽ എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുകയും പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണം CBI കേസ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. കവിയൂർ കേസിൽ ഇരയുടെ പേര് ഇപ്പോൾ പറയാൻ പാടില്ല. അന്ന് ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ. ആ കുട്ടിയെ പീഡിപ്പിച്ചത് സ്വന്തം അച്ഛനാണ് എന്ന് കോടതിയിൽ 2 or 3 റിപ്പോർട്ട് കൊടുത്തത് CBI ആണ്. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങളിതിങ്ങനെ പറയുന്നു, നിങ്ങളിങ്ങനെ കുറ്റപത്രത്തിൽ പറയുന്നു ഈ കുട്ടിയെ പീഡിപ്പിച്ചത് അച്ഛനാണ് എന്ന് പറയുന്നു, ഇതിന് തെളിവെന്താണെന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമല്ല, അത് അങ്ങനെ തന്നെയാണെന്ന് CBI പലവട്ടം കോടതിയോട് പലവട്ടം ആവർത്തിക്കുകയും അങ്ങനെ ഉണ്ടെന്ന് പറയും. 14 വർഷങ്ങൾക്ക് ശേഷം 2018 CBI പറഞ്ഞു ഞങ്ങൾക്ക് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ആ വാദം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയ ഒരു ഏജൻസിയാണ് CBI എന്ന് പറയുന്നത്. അപ്പോൾ CBIക്ക് ഇത് എന്തുകൊണ്ടായിരിക്കും ഇത് പറയുന്നത്? കേരള പോലീസ് അന്വേഷിക്കുന്നു, ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ കേസ് അന്വേഷണം കൃത്യമല്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ CBI കേസ് അന്വേഷിക്കുക. അപ്പോൾ ഈ CBIയിലേക്ക് കേസ് എത്താൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകളാണ്. ഒരു ക്രൈമിൽ തുടക്കത്തിലുള്ള അന്വേഷണത്തിൽ തെളിവ് ശേഖരിക്കുകയും സാക്ഷിമൊഴി എടുക്കുകയും കേസ് അന്വേഷിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നീട് വരുന്ന ഏത് ഏജൻസിക്കും അത് പ്രശ്നമാണ്, അവർക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. സമാനമായൊരു ഇഷ്യൂ ആണ് ഈ വാളയാർ കേസിൽ ഞാൻ കാണുന്നത്. ഇവിടെ അമ്മയുടെ ആവശ്യം ഉണ്ടായിരുന്നു. വാളയാർ കേസിൽ എന്താണ്? വാളയാർ കേസിൽ ഒന്നാമത്തെ പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ആ കുട്ടിയുടെ ഒരു ബന്ധു മൊഴി കൊടുക്കുകയാണ്. മൊഴി കൊടുക്കുന്ന എന്താണ്? എൻ്റെ ബന്ധുവായ ഇന്നയാളുടെ മകൾ തൂങ്ങി മരിച്ച നിലയിൽ ഞാൻ കണ്ടു എന്ന മൊഴി കൊടുക്കുന്നു. പോലീസ് FIR ഇടുന്നു. 12 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസ് എന്ന് FIR ഇടുന്നു. അവിടെ ലോക്കൽ പോലീസിനെ ഫസ്റ്റേ പിഴച്ചു. അവരെന്ത് ചെയ്യുന്നു? ആ ബോഡി പോയി നോക്കുപോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാണ്ട് FIR ഇടുകയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു കുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടാവുക എന്ന് അന്വേഷിക്കുകയും ചെയ്തത്. ആത്മഹത്യയായിട്ട് FIR ഇടുന്നു, കേസ് അന്വേഷിക്കുന്നു. 1 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി മരിക്കുന്നു. രണ്ടാമത്തെ കുട്ടി മരിക്കുമ്പോൾ അതും ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എഴുത്തള്ളുന്നു. അതായത് ആ കുട്ടിക്ക് 8 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ആ ഉത്തരത്തിൽ കയറിട്ട് തൂങ്ങി മരിക്കാനുള്ള ഉയരമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അതും ആത്മഹത്യയാകുന്നു. ഈ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുന്നു. മറവിയല്ല, റീപോസ്റ്റ്മോർട്ടം പോലും സാധ്യമല്ലാത്ത വിധം ദഹിപ്പിക്കുന്നു. പിന്നീട് അത് വലിയ വിവാദമാകുന്നു. വിവാദമായിട്ട് അവിടുത്തെ അന്ന് നാർക്കോട്ടിക് സെൽ DSP ആയിരുന്ന MG സോജനെ കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നു. സോജൻ്റെ അന്വേഷണം കൂടുതൽ വിവാദങ്ങളാവുന്നു. ഇപ്പോൾ CBI എഴുതി പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായി പരസ്യമായി പറഞ്ഞയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ സോജനാണ്. അത് പറയാൻ അങ്ങനെ എന്നോട് സോജൻ പറഞ്ഞിട്ടുണ്ട് ടെലിഫോണിൽ. ഞാൻ അത് റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വണ്ടറടിച്ചിരുന്നുള്ളൂ ഇതിങ്ങനെ പറയുമ്പോൾ. ഈ പറയുന്ന അതേ കാര്യങ്ങൾ സോജൻ പറഞ്ഞിട്ടുണ്ട്. സോജൻ അന്ന് എന്നോട് പറഞ്ഞതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇത് സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ചാൽ ആ പേരൻസിനെ ആദ്യം അറസ്റ്റ് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ പ്രഷറുള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇരകളോടൊപ്പം പോലീസ് നിൽക്കുന്നില്ല എന്ന് തോന്നലുണ്ടാവുകയും അത് വലിയ ബഹുജനരോഷം ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു മെൻറ്റാലിറ്റിയാണ്. ഇനി എന്താണ് ഈ CBI ഇതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ? അത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോലും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഈ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അതിലെഴുതി വെച്ചിട്ടുള്ളൊരു കാര്യം. ഇനിയിപ്പോൾ അറിയാമായിരുന്നു എന്ന് കരുതുക.
ഒരു വീട്ടിൽ കുട്ടി ബന്ധുക്കളാലോ അയൽവാസികളോ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതെല്ലാം വീടിനകത്ത് ബന്ധുക്കളാലോ അയൽവാസികളാലോ തന്നെയാണ്. പോക്സോ കേസുകളുടെ ഒരു ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രതിപട്ടികയിൽ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളോ അയൽവാസികളോ ആണ്. ഇങ്ങനെ അറിഞ്ഞ കേസിൽ പോലീസിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അവർക്കെതിരെ. ശരിയാണ്, അവർ പോലീസിൽ അറിയിച്ചില്ല എന്ന് തന്നെ കരുതുക. പക്ഷേ ഞാൻ അവിടെ അന്വേഷിച്ചിടത്തോളം മനസ്സിലായത്, ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു. ഇവർ യഥാർത്ഥത്തിൽ കൂലിപ്പണിക്കാരാണ്, കോൺക്രീറ്റ് പണിക്ക് പോകുന്ന ആളുകളാണ്. വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴാണ് ഈ കുട്ടി, ഇവർക്ക് 2 കുട്ടികൾ കൂടാണ്ട് ഒരു ആൺകുട്ടി കൂടിയുണ്ട്. ഈ ആൺകുട്ടിയാണ് അമ്മയോട് പറയുന്നത്, ചേച്ചിയെ ഇന്നയാൾ ഉപദ്രവിച്ചതായി കണ്ടു, വീട്ടിൽ വന്നിരുന്നു, ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. ഈ സ്ത്രീ ചെയ്തത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ്റെ വീട്ടിൽ പോയിട്ട് അവരെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത്. ശാസിക്കുകയും വീട്ടിൽ കയറി പോരുന്ന് ശാസിക്കുക ചെയ്തത്. ഒരുപക്ഷെ അവർക്ക് അതിനുള്ള ബോധം ഉണ്ടായിരുന്നിരിക്കുള്ളൂ. ഇപ്പോൾ സ്റ്റേഷനിൽ പോയി പറയണമെന്ന് അവർക്ക് അറിഞ്ഞില്ല. അതിൻ്റെ പേരിൽ അത് ഒരു കുറ്റമാവുന്നത് എങ്ങനെയാണ്? എത്ര പേർ സ്വന്തം കുട്ടികൾ, സ്വന്തം ബന്ധുക്കളുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഓടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു കുറ്റമാക്കി അവരിലേക്ക് ഇത് ചാർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേസ് എന്താണ്? വാളയാർ കേസ് എന്താണ്? 2 പെൺകുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട്, റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനെ ലോക്കൽ പോലീസ് ആത്മഹത്യയാണെന്ന് പറഞ്ഞത്. ആത്മഹത്യയാവാൻ ഒരു സാധ്യതയുമില്ല എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ എഴുതി വെച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ആ കുട്ടിയുടെ ഉയരം 129 സെൻറ്റിമീറ്റർ, 200 സെൻറ്റിമീറ്ററിലധികം ഉയരമുള്ള ഒരു ഉത്തരത്തിൽ ആ കുട്ടി എങ്ങനെ കൈ ഉയർത്തി നിന്നാൽ പോലും എത്താത്തൊരു ഇതിൽ എങ്ങനെ കുടുക്കിട്ട് മരിക്കാനാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് CBI അന്വേഷിച്ചിട്ട് പറയുകയാണ് അത് ആത്മഹത്യയാണെന്ന്. അപ്പോൾ ഈ ആത്മഹത്യയ്ക്ക് അപ്പുറം ഇത് കൊലപാതകമാണോ? ആ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസിനോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ CBIക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമാണ്. അപ്പോൾ ആ പരാജയം മറച്ചു വയ്ക്കാനുള്ള അവരുടെ ഏറ്റവും നല്ല വഴി എന്താണ്? കവിയൂർ കേസിൽ ചെയ്തതുപോലെ എന്തെങ്കിലും ചെയ്യുക. കവിയൂർ കേസിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് അച്ഛനാണ് പീഡിപ്പിച്ചതെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി കൊടുക്കുക. ഇതിനപ്പുറം CBI ഇതിലൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ആരോപണം, പ്രതികളിൽ ഒരാളുമായി ഈ മാതാവ് കുട്ടികളുടെ മുമ്പിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഉണ്ടാവാനുള്ളൊരു കാരണം, ഈ ആരോപണം ഉണ്ടാവാനുള്ള കാരണം, ഈ സംഭവം ഞാൻ മുമ്പ് പറഞ്ഞു, കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീയും ഈ പീഡകരുമായിട്ടുണ്ടായിട്ടുള്ളൊരു സംഘർഷമുണ്ട്, അയൽവാസികളുമായിട്ട് സംഘർഷം. ഈ സംഘർഷം ഉണ്ടായതിന് ശേഷമാണ് ഈ ഒരു പ്രചാരണം അവിടെ നടക്കുന്നത്. കാരണം ഇവരെപ്പറ്റി ഇങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്. കാരണം സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, ദളിത് കമ്മ്യൂണിറ്റിയാണ്, കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ മോറൽ സൈഡിനെ പറ്റി മോശമായി പറയുക, അവർ മദ്യപിക്കുന്നവരാണ്, ഒറ്റ മുറിയുള്ള ഷെഡിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടികളുടെ മുമ്പിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. കാരണം ഒരു മുറി മാത്രമുള്ള ഷെഡിലാണ് ഈ കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും ശരിയായിരിക്കും, അങ്ങനെ ഉണ്ടാവും എന്ന ആളുകൾ വിശ്വസിക്കും. അപ്പോൾ നാട്ടുകാരുടെ പരദൂഷണവും ഭീഷണിയും ഒരു അന്വേഷണ റിപ്പോർട്ടിൽ, കോടതിക്ക് കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വയ്ക്കുക മാത്രമാണ് CBI ചെയ്തത്. ഇതിനെന്ത് തെളിവാണ് അവർ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുക? കവിയൂർ കേസിൽ കോടതി നിരന്തരം ചോദിച്ചപ്പോൾ 14 വർഷത്തിന് ശേഷം CBI മലക്കം പറഞ്ഞെങ്കിൽ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വാളയാർ കേസിലും CBIക്ക് അത് തിരുത്തേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പൊതുസമൂഹം എന്ന നിലയിൽ ഈ വാളയാർ കേസിനോട് മലയാളികൾ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ വാർത്ത വന്നതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അറിയാം, ഈ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് അധിക്ഷേപവർഷമാണ്. അതും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായ ആളുകളാണ് ഈ അധിക്ഷേപവർഷം നടന്നത്. അതിനെന്താണ് കാരണം? അതിൻ്റെ കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഇവർ മത്സരിച്ചു എന്നുള്ളതാണ്. അത് മാത്രമാണ് കാരണം. ഇപ്പോൾ ഒന്ന് നോക്കുക, ഈ കേസ് കൃത്യമായി അന്വേഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഈ അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമരം നടത്തിയെന്നുള്ളത് ശരിയാണ്. ആ സമരത്തെ തുടർന്നാണ് ഈ കേസ് CBIക്ക് വിടാൻ സർക്കാർ തയ്യാറത് കോടതിയുടെ ഇടപെട്ടിട്ടാണ് ഈ കേസ് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറാവുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ട്, ഒരുപാട് വിഷ്വലുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. മുഖ്യമന്ത്രിയുടെ കാൽ തൊട്ട് വന്ദിക്കുന്ന ഈ വാളയാർ കേസിലെ ഇരകളുടെ ചിത്രം ഓർമ്മയുണ്ടാവും, ഇതൊന്ന് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. മറ്റൊന്ന്, മന്ത്രി AK ബാലൻ ഈ കുടുംബത്തിനെതിരെ മോശം പരാമർശം ഉണ്ടായപ്പോൾ AK ബാലൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയവർക്കുണ്ടാവും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. മീഡിയ 1 ബ്രേക്ക് ചെയ്തൊരു വാർത്തയുണ്ട്. ഈ കുട്ടികളുടെ കേസിൽ, പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് CPM-കാരനായ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനാണ് എന്നുള്ള വാർത്തയും നമുക്ക് ഓർമ്മയുണ്ടാവും. ആ വാർത്ത നമ്മളാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇത്തരം ഒരുപാട് ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ പാർട്ടി ഇടപെട്ട് അവരിറക്കി കൊണ്ടുവന്ന ഓർമ്മയുണ്ട്. ഇതിലെ പ്രതികളിൽ ഒരാൾക്ക് പാർട്ടിയുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ, ഈ കേസ് വിചാരണ കോടതി ഈ പ്രതികൾ വെറുതെ വിട്ടല്ലോ, തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിട്ടതിൽ ഈ 4 പ്രതികളിൽ 2 പേർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3-ാം പ്രതി പ്രദീപ്, അയാൾ ചേർത്തലയിലെ ഒരു വീട്ടിൽ തൂങ്ങി മരിച്ചു. മറ്റൊരു പ്രതി, ഒരു കുട്ടി മധു എന്ന് പറയുന്ന ആൾ, അയാൾ ആലുവയിൽ തൂങ്ങി മരിച്ചയാൾ കണ്ടെത്തി. ഇനി 2 പ്രതികൾ ഇതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവർ തന്നെയാണോ ഇനി പ്രതികൾ? നമുക്കറിയില്ല. ഇവർ തന്നെയാണോ പ്രതികൾ എന്നും നമുക്കറിയില്ല. ഈ കുട്ടികൾ എങ്ങനെ കൊല്ലപ്പെട്ടു, അത് ആത്മഹത്യയല്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഫോറൻസിക് സർജൻ സാക്ഷ്യപ്പെടുത്തുന്നു.
കുട്ടികൾ എന്നിട്ടും രാജ്യത്തെ ഏറ്റവും പരമോന്നത അന്വേഷണ ഏജൻസി പറയുന്നത് ഇത് ആത്മഹത്യയാണെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള നീതിയും നടപ്പായിട്ടില്ല എന്നിരിക്കെ ഒരു തരത്തിലും ആ അന്വേഷണത്തിൽ ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ ഏജൻസി കഴിഞ്ഞില്ല എന്നിരിക്കെ മോറലി ടാർണിഷ് ചെയ്യുകയാണ് ആ കുടുംബത്തെ. ഇത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു തെളിവും ആ കുറ്റപത്രം വായിച്ച മാധ്യമപ്രവർത്തകരിൽ പലരും പറയുന്നത് അതിലൊരു തെളിവും അവർ പറഞ്ഞിട്ടില്ല, വെറുതെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പോക്സോ കേസുകളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോക്സോ കേസുകൾ, കുഞ്ഞുങ്ങൾ ഇരയാവുന്ന കേസുകൾ, അതിൽ ഏറ്റവും കുറഞ്ഞ കൺവിക്ഷൻ റേറ്റാണ്. ഈ മറ്റേത് കേസുകളെടുത്താലും കുഞ്ഞുങ്ങൾ പ്രതികളാവുന്ന കേസുകളിൽ കുറഞ്ഞ കൺവിക്ഷൻ റേറ്റാണ്, പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാരണം ഭരണകൂടം ഈ പീഡകരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒരു പോളിസി ആ പീഡകരോടൊപ്പം ആവുന്നു എന്നുള്ളതുകൊണ്ടാണ്. കൃത്യമായ കേസുകൾ അന്വേഷിക്കുകയോ തെളിവുകൾ കണ്ടെത്തുകയോ സാക്ഷികളെ സംരക്ഷിക്കുകയോ, മീഡിയ വൺ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയുണ്ട്, പോക്സോ കേസുകളിലെ ഇരകൾ ആ പീഡകരുടെ വീടിനടുത്ത് താമസിക്കുന്നവരായിരിക്കും. ഇവരെ സംരക്ഷിത ഭവനങ്ങളിൽ ആ കേസ് തീരുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം വീടുകളിലേക്ക് അയക്കുകയും ഈ പ്രതികളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. ഒന്നുകിൽ അവർ ഭീഷണിപ്പെടുത്തപ്പെടുന്നു, മൊഴി മാറ്റപ്പെടുത്തപ്പെടുന്നു, അല്ലെങ്കിൽ അവർ കൊല ചെയ്യപ്പെടുന്നു. എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഇരകൾ കൊല ചെയ്യപ്പെട്ട എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടം ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല, കൃത്യമായൊരു പോളിസി ഇല്ല, ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള ആത്മാർത്ഥതയില്ല, ഇവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നിരിക്കെ ആ ഇരകളെ വീണ്ടും വേട്ടയാടാനുള്ളൊരു നീക്കമാണ് CBI ഇപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിഷാദ്, CBIയുടെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ ഈ അമ്മ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇങ്ങനെ കയറി ഇറങ്ങുമായിരുന്നു എന്ന് ഒന്നാമത്തെ കാര്യം. നിരവധി പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ അവർ തന്നെ വരുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചു. അവർക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ ഇടപെടുമായിരുന്നു. അല്ല, ഒന്നാമത്തെ കാര്യം ഇതിലെന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ഒരു ജഡ്ജ്മെൻ്റലായ ഒരു കമൻറ്റ് പറയാൻ പ്രയാസമാണ്. അതിനകത്ത് ഇപ്പോഴും വെളിപ്പെടാത്ത പലതുമുണ്ട്, അതെന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ CBIയുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകൾക്കകത്തെല്ലാം അവർ കൊണ്ടുവന്നിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകളെ കോടതികൾ നിരാകരിക്കുന്നത്, വീണ്ടും അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്, സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല കേസുകളിലും CBI വല്ലാതെ സങ്കീർണത അനുഭവിക്കുന്നതും അവർ പിന്നീട് എഴുതിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ കോടതി നിരാകരിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്നുകൊണ്ട് തന്നെ CBI എഴുതി വെച്ചിരിക്കുന്നതിനെല്ലാം തെളിവുകളുടെ പിൻബലമില്ലാത്തതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് CPIM അനുഭാവികളായ ആളുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ മുന്നിൽ അവരുടെ അമ്മ നിന്നു എന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുക, ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരെ ആര് സമരം ചെയ്യുന്നു ആ സമരത്തിന് മുന്നിൽ ആര് നിന്നാലും അതിന് മറ്റാരുടെയെങ്കിലും ഞങ്ങളുടെ ശത്രുക്കളുടെ സഹായം തേടിയാൽ ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കും. അതിന് ഞങ്ങൾക്ക് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിനകത്തെ ഒരു തുണ്ട് കിട്ടിയാൽ മതി. അതിൻ്റെ റിപ്പോർട്ട്സിന് കോപ്പിയൊന്നും പുറത്തു വന്നിട്ടില്ല, മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിനകത്ത് എന്തെങ്കിലും എവിഡൻസിൻ്റെ പശ്ചാത്തലമൊന്നുമില്ല. പക്ഷേ അത് ഹീനമായ സമീപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മ കുറ്റക്കാരിയാണെങ്കിൽ അമ്മയെ ശിക്ഷിക്കണം, അതിൽ തർക്കമൊന്നുമില്ല. അമ്മ സംരക്ഷിക്കപ്പെടണം അവസാന കാലം വരെ എന്നുള്ള അഭിപ്രായമൊന്നും ആർക്കുമില്ല. പക്ഷേ അമ്മ കുറ്റക്കാരിയാണെന്നും ഡെലിബറേറ്റായി ഇതിനകത്ത് അമ്മയുടെ കേവലമായ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ മക്കളെ കുരുതി കൊടുത്തതിന് തെളിവുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതില്ലാത്ത കാലത്തോളം അവരെ വേട്ടയാടാനും കണ്ടോ ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നതിൽ ഒരു മനുഷ്യത്വമില്ലായ്മയുടെ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് ആരായാലും പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കേണ്ടതില്ല എന്നുള്ള സമീപനത്തിൽ നിന്ന് ഇത്തരക്കാർ പിൻവാങ്ങാൻ വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും മൗലികമായ കാര്യം, ആരാണ് ഈ കുറ്റം ചെയ്ത ആളുകൾ, ആരാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഉത്തരവാദികൾ, എന്തുകൊണ്ടാണ് ഈ കേസ് തുടക്കത്തിൽ പോലീസ് പ്രോപ്പറായി അന്വേഷിക്കാതിരുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം ആര് പറയും, ആ പ്രതികൾ രക്ഷപ്പെടാനുള്ള ചാലി കീറി കൊടുത്ത മനുഷ്യരെക്കുറിച്ച് ആര് ഉത്തരവാദിത്വം പറയും. ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്, ആരാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണം, അവരെന്തുകൊണ്ട് പ്രാഥമികമായി പിടിക്കപ്പെട്ടില്ല, ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യന് ഗവൺമെൻറ് ഉത്തരം പറയണ്ടേ. അല്ലാതെ അമ്മയുടെ അറിവോടെ ആയിരുന്നു, അമ്മ അവർക്കൊപ്പം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്നുപോലുള്ള കഥകൾ പറഞ്ഞാൽ അടിസ്ഥാന മൗലികമായ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധ ധരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിരന്തരമായ ആളുകൾ വരാറുണ്ടായിരുന്നു, പീഡിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു കുട്ടി പീഡനത്തിന് ശേഷം മരിച്ചു. ആ കുട്ടി എങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ 12-ാമത്തെയോ 11-ാമത്തെ വയസ്സിൽ ജീവിതത്തെക്കുറിച്ച് കുട്ടികൾക്ക് നിരാശ ഉണ്ടാകുമോ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണത്. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള നിരാശയൊന്നും ഉണ്ടാകുന്നവരല്ല. പീഡനം ഉണ്ടായാൽ തന്നെ മരിക്കാൻ തീരുമാനിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ പോലും ഉണ്ട്. അപ്പോൾ വളരെ ലോജിക്കലായിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് അതുണ്ടെന്ന് മാത്രമല്ല, ഈ തുടക്കം മുതൽ ഇങ്ങോട്ട് ഈ കേസ് അട്ടിമറിക്കാനുണ്ടായ സാഹചര്യവും അതിൽ നിന്ന് പലപ്പോഴായി കിട്ടിയിട്ടുള്ള വലിയ വൻകിട പിന്തുണകളെക്കുറിച്ചും ഗവൺമെൻറ് ഉത്തരം പറയുന്നതിന് പകരം CBI റിപ്പോർട്ടിലെ ഈ പോർഷൻസ് എടുത്തു വെച്ച് വായിക്കുകയും അതിൻ്റെ പേരിൽ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയായ സമീപനമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്ന്, നേരത്തെ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണണം, ഈ കേസ് നടന്നിട്ടുള്ളത് ഒരു അതിർത്തി ഗ്രാമത്തിലാണ്. അവിടെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്കിടയിലാണ്, ദലിതരാണ്. അവരുടെ ജീവിത പശ്ചാത്തലം, സാമൂഹികമായി അവർക്കില്ലാത്ത പ്രിവിലേജ്, അവിടെ ഉണ്ടാകുന്ന സവിശേഷമായ സാഹചര്യങ്ങളെല്ലാം കൂടി മുൻനിർത്താൻ അരക്ഷിതാവസ്ഥ, ആ ഇൻസെക്യൂരിറ്റിയെയും സംരക്ഷണമില്ലായ്മയും, അവരുടെ ഇടയിൽ ഒരു കുട്ടി മരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ ആത്മഹത്യയെന്ന് ആദ്യമേ എഴുതുക,
അന്വേഷണമൊന്നും ആവശ്യമില്ല. ദലിതരാണ് മരിച്ചതെങ്കിൽ, പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും മരിക്കട്ടെ. ഹാത്രസിൽ നമ്മൾ കണ്ടില്ലേ, അവിടെ ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ആ കുട്ടിയുടെ മൃതദേഹം നേരെ പോലീസ് കൊണ്ടുവന്ന് പാടത്തിട്ട് കത്തിച്ച് കളയണം. ഇത് കുടുംബത്തെ പോലും അറിയിക്കാതെ. അപ്പോൾ ദലിതരാണെങ്കിൽ ദലിതരുടെ കേസുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുടെ ഒച്ചയൊന്നും ഉയർന്നു വരാൻ സാധ്യതയില്ല. ആത്മഹത്യയാക്കി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ഭരണകൂടത്തിൻ്റെ, പോലീസിൻ്റെയൊക്കെ സമീപനം, ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ ഈ എഴുതിക്കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളെ വായിക്കാൻ പാടുള്ളൂ, നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോഴും ശരിയായ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരുന്നതിന് പ്രതിജ്ഞാബദ്ധമാവുകയാണ് ഭരണകൂടങ്ങൾ ചെയ്യേണ്ടതല്ലാതെ ഇത്തരം പാതി വഴിയിൽ കാണുന്ന സംഗതികളിന്മേൽ എല്ലാം തെളിഞ്ഞു എന്ന മട്ടിൽ ബഹളം വയ്ക്കുകയല്ല.